ഫസ്റ്റ് എയ്ഡിൻ്റെ പാർട്ട് 2 നമ്മളിപ്പോൾ ഉള്ളത്. പാർട്ട് 1 നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് എയ്ഡിൻ്റെ 3 കീ എയിംസ്, ദാറ്റ് ഈസ് പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഫർദർ ഹാം, അതുപോലെ തന്നെ പ്രൊമോട്ട് റിക്കവറി. ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എയ്ഡേഴ്സിന് കൊടുക്കേണ്ട ട്രെയിനിങ്, എങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിൻ്റെ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് പറഞ്ഞു. ദെൻ എന്താണ് ഗോൾഡൻ ഹവേഴ്സ്, CPR എങ്ങനെയാണ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് കാർഡിയോ പൾമനറി റെസിസ്റ്റൻസ്. ദെൻ ശ്വാസം നിലച്ച ഒരാൾക്ക്, അതുപോലെ തലയ്ക്ക് അടിയേറ്റ ആൾക്ക്, നട്ടലിന് പരിക്ക് പറ്റിയ ആൾക്ക്, ബ്ലീഡിംഗ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ചോക്കിംഗ് സംഭവിച്ചവർക്ക് എല്ലാം ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രീതികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. Now I talking about treat a concussion. ഒരു ഉപദ്രവം സംഭവിച്ച ആളെ ചികിത്സിക്കുന്ന രീതിയാണ് ട്രീറ്റ് എ കൺസെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ വിക്ടിം ഹാസ് സഫേർഡ് എ ബ്ലോ ടു ദ ഹെഡ്, ലുക്ക് ഫോർ സൈൻ ഓഫ് കൺസെഷൻ. ഉപദ്രവം സംഭവിച്ച ആൾക്ക് തലക്ക് അടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിനുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. കോമൺ സിംറ്റംസ് ആർ loss of consciousness following the injury, disorientation or memory impairment, vertigo, nausea and lethargy. തലക്കടിയേറ്റ ഒരാൾക്ക് സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ അസ്വസ്ഥത അല്ലെങ്കിൽ മെമ്മറി വൈകല്യം, അതുപോലെ തല ചുറ്റുക, ഓക്കാനം, അലസത എന്നിവയെ തുടർന്ന് ബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാറുള്ളത്. ഇനി ട്രീറ്റ് എ സ്പൈനൽ ഇഞ്ചുറി വിക്ടിം. നട്ടെല്ലിന് പരിക്കേറ്റ ഒരാളെ ചികിത്സിക്കേണ്ട രീതി. If a spinal injury is suspected, it is especially critical not move the victim's head, neck or back unless they are in immediate danger. നട്ടലിന് പരിക്കേറ്റതായി സംശയിക്കുന്ന ഒരാളുടെ നില വളരെയധികം ഗുരുതരമായിരിക്കും. അയാളുടെ തല, കഴുത്ത് എന്നിവ പുറകോട്ട് ചലിപ്പിക്കാൻ പാടില്ല. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. Stay with the victim until help arrive. അപകടം സംഭവിച്ച ആളുടെ കൂടെ നിൽക്കുന്ന ആൾ മറ്റൊരാളുടെ സഹായം തേടിയിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ മെഡിക്കൽ ഹെൽപ്പായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൂടുതൽ നൽകാൻ കഴിയുന്ന ആളുടെ ഹെൽപ്പ് തേടിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഹെൽപ്പ് വരുന്നത് വരെ ഇയാളുടെ കൂടെ നിൽക്കേണ്ടതാണ്. ട്രൈ ടു ബി എ കാമിംഗ് പ്രസൻസ് ഫോർ ദ വിക്ടിം അണ്ടിൽ അസിസ്റ്റൻസ് ക്യാൻ അറൈവ്. ഇയാൾ വരുന്നത് വരെ ഈ അപകടം സംഭവിച്ച ആളുടെ കൂടെ നമ്മൾ കാം പ്രസൻസിൽ ഇരിക്കേണ്ടതാണ്. അൺകോൺഷ്യസ്നെസ്, ദാറ്റ് ഈസ് കോമ. അൺകോൺഷ്യസ്നെസ് അതായത് അബോധാവസ്ഥയെ കോമ എന്നും അറിയപ്പെടുന്നു. ഇസ് എ സീരിയസ് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ വെൻ എ പേഴ്സൺ ലൈ ടോട്ടലി സെൻസ്ലെസ് ആൻഡ് ഡു നോട്ട് റെസ്പോണ്ട് ടു കോൾ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. കോമ സ്റ്റേജിലുള്ള ഒരാൾ തീർത്തും ബുദ്ധിശൂന്യനായി കിടക്കുകയും എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസിനോട് അല്ലെങ്കിൽ കോളിനോട് തീർത്തും പ്രതികരിക്കാതെ കിടക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് കോമ സ്റ്റേജ് എന്ന് പറയുന്നത്. ബട്ട് ദ ബേസിക് ഹേർട്ട്, ബ്രീത്തിങ്, ബ്ലഡ് സർക്കുലേഷൻ മേ ബി സ്റ്റിൽ ഇൻടാക്റ്റ്. എന്നാൽ അയാൾക്ക് ഹാർട്ട് ബീറ്റ്, ശ്വാസം, ബ്ലഡ് സർക്കുലേഷൻ എന്നിവ ഉണ്ടായിരിക്കും. ഓർ ദേ മേ ഓൾസോ ബി ഫെയിലിംഗ്. ചിലപ്പോൾ അവ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടായേക്കാം. ഇഫ് അൺഅറ്റൻഡഡ് ഇറ്റ് മേ ലീഡ് ടു ഡെത്ത്. എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മരണത്തിന് കാരണമാകുന്നു. ദ കണ്ടീഷൻ അറൈസസ് ഡ്യൂ ടു ദ ഇൻറ്ററപ്ഷൻ ഓഫ് നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റി. ദ കോസസ് ആർ ടു മെനി. സാധാരണ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്നതിനാലാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ദ ഫോളോയിങ് സിംറ്റംസ് മേ ഒക്കർ ആഫ്റ്റർ പേഴ്സൺ ഹാസ് ബീൻ അൺകോൺഷ്യസ്. ഒരു വ്യക്തി അബോധാവസ്ഥയിലായ ശേഷം താഴെ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം, ഡ്രോസിനസ്, മയക്കം, ഹെഡേക്ക്, തലവേദന, ഇനബിലിറ്റി ടു സ്പീക്ക് ഓർ മൂവ് പാർട്സ് ഓഫ് ഹിസ് ഓർ ഹെഡ് ബോഡി. സംസാരിക്കാതിരിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ബോഡി പാർട്സ് മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ. സ്ട്രോക്ക് സിംറ്റംസ്, അത് ചിലപ്പോൾ സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആയേക്കാം. ലൈറ്റ് ഹെഡഡ്നെസ്, നേരിയ തോതിലുള്ള തലവേദന. ലോസ് ഓഫ് ബവൽ ഓർ ബ്ലാഡർ കൺട്രോൾ, മലവിസർജനത്തിനും അതുപോലെ യൂറിൻ പാസേജും അൺകൺട്രോളിലാകുന്ന അവസ്ഥ. റാപ്പിഡ് ഹേർട്ട് ബീറ്റ്,
ഹൃദയമിടിപ്പ് കൂടുതലാകുന്ന അവസ്ഥ പാൽപിറ്റേഷൻ എന്ന് പറയും. ദെൻ ലാസ്റ്റ് സ്റ്റ്യൂപ്പർ, അതായത് മണ്ടന്മാരായ ആളുകൾ കാണിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. ഇത്രയും സംഭവങ്ങൾ ഒരു വ്യക്തി അബോധാവസ്ഥയിലായ ശേഷം കാണുന്ന ലക്ഷണങ്ങളാണ്. ഇതിലേതെങ്കിലും ഉണ്ടായേക്കാം. ഇഫ് ദർ ഇസ് എ സ്പൈനൽ ഇഞ്ചുറി, നട്ടലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ദ വിക്ടിം പൊസിഷൻ മേ ഹാവ് ടു ബി കെയർഫുള്ളി അസസ്ഡ്. പരിക്ക് സംഭവിച്ച ആളുടെ സ്ഥാനം നമ്മൾ ശ്രദ്ധാപൂർവം വിലയിരുത്തേണ്ടതുണ്ട്. ഇഫ് ദ പേഴ്സൺ വോമിറ്റ്, റോൾ ദ എൻറ്റയർ ബോഡി അറ്റ് വൺ ടൈം ടു ദ സൈഡ്. ഈ അപകടം സംഭവിച്ച അല്ലെങ്കിൽ നട്ടലിന് പരിക്ക് സംഭവിച്ച ആൾ വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ശരീരം മുഴുവൻ ഒരു വശത്തേക്ക് റോൾ ചെയ്യേണ്ടതാണ്. സപ്പോർട്ട് ദ നെക്ക് ആൻഡ് ബാക്ക് ടു കീപ്പ് ദ ഹെഡ് ആൻഡ് ബോഡി ഇൻ ദ സെയിം പൊസിഷൻ വൈൽ യു റോൾ. ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ തലയും ശരീരവും ഒരേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് കഴുത്തിനും പിന്നിലും ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് വേണം റോൾ ചെയ്യാനായിട്ട്. കീപ് ദ പേഴ്സൺ വാം അണ്ടിൽ മെഡിക്കൽ ഹെൽപ്പ് അറൈവ്. മെഡിക്കൽ ഹെൽപ്പ് വരുന്നത് വരെ ഇയാളുടെ കൂടെ ഇയാളെ വാം ആയി നിലനിർത്തേണ്ടതാണ്. ഇഫ് യു സീ പേഴ്സൺ ഫെയിൻറ്റിംഗ്, ട്രൈ ടു പ്രിവെൻറ്റ് എ ഫോൾ. ഇയാൾ അബോധാവസ്ഥയിലാണെങ്കിൽ ഇയാളൊരു വീഴ്ചയിൽ നിന്നും നമ്മൾ തടയുക. അതുപോലെ തന്നെ അയാളുടെ കാൽപാദം മുകളിലോട്ടും താഴോട്ടും ചലിപ്പിച്ച് ഈ അബോധാവസ്ഥയിൽ നിന്നും അയാൾക്ക് ഒരു അബോധാവസ്ഥ തിരിച്ചു കിട്ടാനായിട്ട് ഈ ഒരു പ്രോസസ്സ് സഹായിക്കും. അതായത് കാൽപാദം മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുന്നത്. ആൻഡ് റൈസ് ദ ലെവൽ ഓഫ് ഹീറ്റ് എബവ് ആൻഡ് സപ്പോർട്ട്. ഇഫ് ഫെയിൻറ്റിംഗ് ഈസ് ലൈക്ലി ഡ്യൂ ടു ദ ലോ ബ്ലഡ് ഷുഗർ, give the person something sweet to eat, drink and they become conscious. ഇനി രക്തത്തിലെ പഞ്ചസാര കുറവായതിനാൽ ബോധക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ബോധമുള്ളപ്പോൾ ആ വ്യക്തിക്ക് കഴിക്കാനോ കുടിക്കാനോ മധുരമുള്ള എന്തെങ്കിലും നൽകുക. അബോധാവസ്ഥയിലായ ഒരാളെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഡു നോട്ട് ഗിവ് എനി ഫുഡ് ഓർ ഡ്രിങ്ക് ഓഫ് ആൻ അൺകോൺഷ്യസ് പേഴ്സൺ. ഡു നോട്ട് ലീവ് ദ പേഴ്സൺ എലോൺ. അബോധാവസ്ഥയിലെ ഒരാൾക്ക് ഫുഡോ വെള്ളമോ കൊടുക്കാൻ പാടില്ല. അയാളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവരുത്. ഡു നോട്ട് പ്ലേസ് എ പില്ലോ അണ്ടർ ദി ഹെഡ് ഓഫ് ആൻ അൺകോൺഷ്യസ് പേഴ്സൺ. അബോധാവസ്ഥയിലായി കിടക്കുന്ന ഒരാളുടെ തലക്ക് കീഴിൽ പില്ലോ വെച്ച് കൊടുക്കരുത്. ഡു നോട്ട് സ്ലാപ്പ് ആൻ അൺകോൺഷ്യസ് പേഴ്സൺ ഫേസ് ഓർ സ്പ്ലാഷ് വാട്ടർ ഓൺ ദ ഫേസ് ആൻഡ് ട്രൈ ടു റിവൈവ് ഹിം. അബോധാവസ്ഥയിലായ ഒരാളുടെ മുഖത്ത് അടിക്കുകയോ മുഖത്ത് വെള്ളം തെറിപ്പിക്കുകയോ ചെയ്യരുത്. ഹൗ ടു ഡയഗ്നൈസ് ആൻ അൺകോൺഷ്യസ് ഇഞ്ചേർഡ് പേഴ്സൺ. അബോധാവസ്ഥയിൽ പരിക്കേറ്റ ഒരു വ്യക്തിയെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇയാൾക്ക് അബോധാവസ്ഥ സംഭവിച്ചത് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. കൺസിഡർ ആൽക്കഹോൾ. ആദ്യമായി ആൽക്കഹോളിൻ്റെ കാര്യം പരിഗണിക്കുക. അയാളുടെ അടുത്ത് ശൂന്യമായ ഏതെങ്കിലും മദ്യക്കുപ്പികളോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഗന്ധം പോലെയുള്ള മദ്യപാനത്തിൻ്റെ ലക്ഷണങ്ങൾക്കായി നോക്കുക. Then epilepsy. Epilepsy are the sign of the violent seizures such as saliva around the mouth of generally disheveled scene. അപസ്മാരം കാരണം ഒരാൾക്ക് അൺകോൺഷ്യസ് ആവാം. അപ്പം അയാൾക്ക് വായിൽ ഉമിനീർ അല്ലെങ്കിൽ പൊതുവെ അഴുകിയ രംഗം പോലെയുള്ള എന്തെങ്കിലും അക്രമാസക്തമായ പിടിച്ചെടുക്കലിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കുക. ദെൻ ഇൻസുലിൻ. Think insulin. Might the person be suffering from insulin shock? See how to diagnose and treat insulin shock. ഒരു വ്യക്തിക്ക് ഇൻസുലിൻ ഷോക്ക് ബാധിച്ചത് മൂലം അൺകോൺഷ്യസ് ആണോ എന്ന് നോക്കുന്നതാണ് ഈ രീതി. ഇതിൽ ഇൻസുലിൻ ഷോക്ക് എങ്ങനെ നിർണ്ണയിക്കാനും ചികിത്സിക്കാനും പറ്റുമെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ think about drugs. Was there an overdose or might the person have underdosed that is not taken enough of a prescribed medication. ഇനി നോക്കേണ്ടത് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറഞ്ഞതും, അതായത് എന്തെങ്കിലും ഡ്രഗ്സ് ഡോക്ടർ എന്തെങ്കിലും മരുന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അമിതമായ ഡോസ് മൂലമോ അല്ലെങ്കിൽ ആ ഡോസ് കഴിക്കാതിരുന്നത് മൂലമോ ആ വ്യക്തിക്ക് അൺകോൺഷ്യസ് ആയതാണോ എന്ന് നോക്കുന്ന ഒരു രീതി. നെക്സ്റ്റ്, കൺസിഡർ ട്രോമ. ഈസ് എ പേഴ്സൺ ഫിസിക്കലി ഇഞ്ചേർഡ്. ഒരാൾക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഇഞ്ചറി ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അബോധാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. ലുക്ക് ഫോർ സൈൻ ഓഫ് ഇൻഫെക്ഷൻ.
അയാൾക്ക് ശാരീരികമായി പരിക്കേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാൾക്ക് അണുബാധയുടെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനായിട്ട് റെഡ്നെസ് ആൻഡ് ഓർ റെഡ് സ്ട്രീക്ക് എറൗണ്ട് ദ വൗണ്ട്, മുറിവിന് ചുറ്റും എന്തെങ്കിലും ചുവന്ന കളറോ അല്ലെങ്കിൽ ചുവന്ന വരകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ലുക്ക് എറൗണ്ട് ഫോർ സൈൻ ഓഫ് പോയ്സൺ, ആൻ എംപ്റ്റി ബോട്ടിൽ ഓഫ് പിൽസ് ഓർ സ്നേക്ക് ബൈറ്റ് വൗണ്ട്. പിന്നെ നോക്കേണ്ടത് വിഷത്തിൻ്റെ ലക്ഷണങ്ങൾക്കായി നോക്കുക. വിഷത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഒരു ശൂന്യമായ എന്തെങ്കിലും കുപ്പികളോ അല്ലെങ്കിൽ കുപ്പി ഗുളികകൾ അല്ലെങ്കിൽ പാമ്പുകടിയേറ്റ മുറിവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ദെൻ ലുക്ക് ഫോർ കൺസിഡർ ദ പോസിബിലിറ്റി ഓഫ് സൈക്കോളജിക്കൽ ട്രോമ, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന് നോക്കുക. മൈറ്റ് ദ പേഴ്സൺ ഹാവ് എ സൈക്കോളജിക്കൽ ഡിസോർഡർ ഓർ സം സോർട്ട്. കൺസിഡർ സ്ട്രോക്ക് പർട്ടിക്കുലർലി ഫോർ എൽഡേർഡ് പീപ്പിൾ. സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. സ്ട്രോക്കിൻ്റെതായ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അത് അധികമായിട്ടും പ്രായമായ ആളുകൾക്കാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത്. ഇതെല്ലാം നിർണ്ണയിക്കുന്നതിനനുസരിച്ചിട്ടാണ് ചികിത്സ ആരംഭിക്കേണ്ടത്. സിംറ്റംസ് ഓഫ് ഷോക്ക് അടിച്ചാൽ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? വിക്ടിംസ് അപ്പിയർ പെയിൽ, ഐസ് കോൾഡ്, പൾസ് അപ്പിയർ ഇനീഷ്യലി ഫാസ്റ്റർ ആൻഡ് ഗെറ്റ് സ്ലോവർ, ബ്രീത്തിങ് ബിക്കം ഷാലോ, വീക്ക്നെസ്, ഡിസിനെസ്, കൺഫ്യൂഷൻ കണ്ടിന്യൂ. ഇഫ് അറ്റൻഡഡ് ദ പേഷ്യൻറ്റ് മേ ബിക്കം അൺകോൺഷ്യസ് ആൻഡ് ഡൈ. ഷോക്ക് അടിച്ചതിൻ്റെ ലക്ഷണങ്ങൾ: ഷോക്കടിച്ച ആൾ വിളറിയതായി കാണപ്പെടുന്നു, അതുപോലെ തണുത്തതായി കാണപ്പെടുന്നു, പൾസ് സ്റ്റാർട്ടിങ്ങിൽ വളരെ വേഗത്തിലും പിന്നീട് പൾസ് കുറയുന്ന, പിന്നെ അതുപോലെ ശ്വാസം ആഴമില്ലാതായി തീരുന്ന അവസ്ഥ, ബലഹീനത, തലക്കറക്കം, അതുപോലെ കൺഫ്യൂഷൻ. ഇതെല്ലാം ശ്രദ്ധിക്കാതിരുന്നാൽ രോഗി അബോധാവസ്ഥയിലായി മരിക്കാം. ദെൻ ഷോക്ക് കിൽസ്, ഷോക്ക് കൊല്ലുന്നൊരവസ്ഥയാണ്. So it is vital that can you recognize these signs and symptoms. With the internal bleeding in particular, shock can occur sometime after an accident. So if a person with a history of injury start to display these symptoms coupled with any of the symptoms of internal bleeding, advise them to seek urgent medical attention or take or send them to hospital. ഒരു ഷോക്കിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും നമുക്ക് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അയാൾക്ക് ആന്തരികമായ രക്തസ്രാവം ഉണ്ടായേക്കാം. അതുമൂലം ഒരു അപകടത്തിന് ശേഷം അല്ലെങ്കിൽ എപ്പോഴും അയാൾക്ക് ആഘാതം സംഭവിക്കാം. അല്ലെങ്കിൽ പരിക്കിൻ്റെ മുന്നേ എന്തെങ്കിലും പരിക്കിൻ്റെ ചരിത്രമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലക്ഷണങ്ങളും ആന്തരിക രക്തസ്രാവത്തിൻ്റെ ഏതെങ്കിലും ലക്ഷണങ്ങളും പ്രദർശിപ്പിക്കാൻ തുടങ്ങിയാൽ അടിയന്തരമായി വൈദ്യസഹായം തേടാൻ അവരെ ഉപദേശിക്കുക, അല്ലെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക. ഇനി ഇലക്ട്രിക് പവർ ഫെയിലിയർ മൂലമുണ്ടാകുന്ന പ്രോബ്ലംസ്. ഈ പ്രോബ്ലംസിനെ എങ്ങനെയൊക്കെ പ്രിക്യൂർ ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത്. മൈനർ ഇലക്ട്രിക് ഷോക്ക്, ഫയർ, പ്രോഡക്റ്റ് ഫെയിലിയർ എന്നിവ ഇടയ്ക്കിടെ ഉണ്ടാകാം. അപ്പോൾ പ്രോഡക്റ്റിനെ ഡിസസംബിൾ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ നിൽക്കരുത്. അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിൽ ടച്ച് ചെയ്യാതിരിക്കുക. മൈനർ ഇഞ്ചുറി ഡ്യൂ ടു ഇലക്ട്രിക് ഷോക്ക് മേ ഒക്കേഷണലി occur. Do not touch the terminals while power is being supplied. മൈനർ ഇഞ്ചുറി, ഇലക്ട്രിക് ഷോക്ക് മൂലമുണ്ടാകുന്ന മൈനർ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനായിട്ട് പവർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടെർമിനൽസിൽ ടച്ച് ചെയ്യാതിരിക്കുക. മൈനർ ബേൺസ് മേ ഒക്കേഷണലി occur. Do not touch the product while power is being supplied or immediately after power is turned off. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് മൂലമുണ്ടാകുന്ന മൈനർ ബേൺസ് ഒഴിവാക്കാനായിട്ട് പവർ സപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പവർ ടേൺ ഓഫ് ചെയ്ത ഉടനെയോ പ്രോഡക്റ്റിൽ ടച്ച് ചെയ്യാതിരിക്കുക. ഫയർ മേ ഒക്കേഷണലി occur. ടൈറ്റൻ ദ ടെർമിനൽ സ്ക്രൂ വിത്ത് ദ സ്പെസിഫൈഡ് ടോർക്ക്. ഇലക്ട്രിക് ഷോക്ക് മൂലം ഫയർ ഉണ്ടാവാം. അതുണ്ടാവാതിരിക്കാൻ ടൈറ്റൻ ദ ടെർമിനൽ സ്ക്രൂ വിത്ത് ദ സ്പെസിഫൈഡ് ടോർക്ക്. സ്പെസിഫൈഡ് ടോർക്ക് ഉപയോഗിച്ച് ടെർമിനൽസിൻ്റെ സ്ക്രൂ ടൈറ്റൻ ചെയ്യുക. മൈനർ ഇലക്ട്രിക് ഷോക്ക്, ഫയർ ഓർ പ്രൊഡക്റ്റ് ഫെയിലിയർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇത് സംഭവിക്കാതിരിക്കാനായിട്ട് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ: ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ വർക്കിൻ്റെ സമയത്ത് മെറ്റൽ പീസസോ കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് ക്ലിപ്പിംഗ്സോ ഈ പ്രോഡക്റ്റിൻ്റെ അകത്തേക്ക് പോവാതിരിക്കാനായി ശ്രദ്ധിക്കുക. പ്രിക്കോഷൻസ് ഫോർ സേഫ് യൂസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സേഫായ ഉപയോഗത്തിനെടുക്കേണ്ട മുൻകരുതലുകൾ.
യൂസ് എ കൊമേഴ്ഷ്യൽ പവർ സപ്ലൈ ഫോർ ദ പവർ സപ്ലൈ വോൾട്ടേജ് ഇൻപുട്ട് ടു മോഡൽ വിത്ത് എ സി ഇൻപുട്ട്. എ സി ഇൻപുട്ട് മോഡലോട് കൂടിയ പവർ സപ്ലൈ ഇൻപുട്ട് വോൾട്ടേജ് ഉള്ള കൊമേഴ്ഷ്യൽ പവർ സപ്ലൈ യൂസ് ചെയ്യുക. ഇൻവെർട്ടർ വിത്ത് ആൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് 50/60 Hz ആർ അവൈലബിൾ. But the rise in the internal temperature of the power supply may result in ignition or burning. 50 അല്ലെങ്കിൽ 60 Hz ഔട്ട്പുട്ട് ഫ്രീക്വൻസിയോട് കൂടിയ ഇൻവെർട്ടർ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ പവർ സപ്ലൈ ഫെയിലിയർ ആവാനും അതുമൂലം തീപിടുത്തം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഡു നോട്ട് യൂസ് ഇൻ ഇൻവെർട്ടർ ഔട്ട്പുട്ട് ഫോർ ദി പവർ സപ്ലൈ ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൽ നിന്നുമുള്ള പവർ സപ്ലൈക്ക് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് യൂസ് ചെയ്യരുത്. ഗ്രൗണ്ടിങ്. എല്ലാ കണക്ഷൻസും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കണക്ട് ദ ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി. ഇലക്ട്രിക് ഷോക്ക് ഒക്കർ ഇഫ് ദ ഗ്രൗണ്ട് ഈസ് നോട്ട് കണക്റ്റഡ് കംപ്ലീറ്റ്ലി. എല്ലാ കണക്ഷൻസും കംപ്ലീറ്റ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുന്നതാണ്. ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ്. ഒരു പ്രോഡക്റ്റ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഏത് എൻവയോൺമെൻറ്റിലാണ്? അതിൻ്റെ പ്രവർത്തന പരിസ്ഥിതി എങ്ങനെയായിരിക്കണം? യൂസ് ഈച്ച് പ്രോഡക്റ്റ് വിത്തിൻ ദ റേറ്റഡ് റേഞ്ച് ഫോർ ആംബിയൻറ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, ആംബിയൻറ്റ് ഓപ്പറേറ്റിംഗ് ഹ്യൂമിഡിറ്റി ആൻഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ സ്പെസിഫൈഡ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ കറക്റ്റ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഹ്യൂമിഡിറ്റി ആ ഒരു പ്രോഡക്റ്റിനെ കൃത്യമായി ഉണ്ടാക്കിയ അതിൻ്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്നിവയ്ക്കായി റേറ്റ് ചെയ്ത പരിധിക്കുള്ളിൽ മാത്രം തന്നെ ഉപയോഗിക്കുക. യൂസ് ദ പവർ സപ്ലൈ വിത്തിൻ ദ റേഞ്ചസ് സ്പെസിഫൈഡ് ഫോർ വൈബ്രേഷൻ ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ്. വൈബ്രേഷനും ഷോക്ക് റെസിസ്റ്റൻസും വ്യക്തമാക്കിയ ശ്രേണിക്കുള്ളിലെ വൈദ്യുതി ഉപകരണം മാത്രം ഉപയോഗിക്കുക. ഡു നോട്ട് യൂസ് ദ പവർ സപ്ലൈ ഇൻ ലൊക്കേഷൻ സബ്ജക്റ്റ് ടു എക്സസീവ് എമൗണ്ട് ഓഫ് ഡസ്റ്റ് or where liquids, foreign matter or corrosive gases may enter the interior of the product. അമിതമായ അളവിലുള്ള പൊടിയിലേക്കോ ദ്രാവകങ്ങൾ, ഫോറിൻ ഒബ്ജക്ട്സ് അതായത് വിദേശ വസ്തുക്കൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന വാതകങ്ങൾ എന്നിവ ഉൽപ്പന്നത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലോ വൈദ്യുതി വിതരണം ഉപയോഗിക്കരുത്. ഇൻസ്റ്റാൾ ദ പവർ സപ്ലൈ വെൽ എവേ ഫ്രം ഡിവൈസസ് ദാറ്റ് പ്രൊഡ്യൂസ് സ്ട്രോങ് ഹൈ ഫ്രീക്വൻസി നോയ്സ് ആൻഡ് സർജ്. ശക്തമായ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദവും കുതിച്ചുചാട്ടവും സൃഷ്ടിക്കുന്ന ഉപകരണങ്ങളിൽ നിന്നും വൈദ്യുതി വിതരണം നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഡു നോട്ട് യൂസ് ദ പവർ സപ്ലൈ ഇൻ ലൊക്കേഷൻ സബ്ജക്റ്റ് ടു ഡയറക്റ്റ് സൺലൈറ്റ്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തിന് വിധേയമായ സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണം ഉപയോഗിക്കരുത്. മൗണ്ടിങ്. പവർ സപ്ലൈ മൗണ്ടിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? The installation screws can be tightened into the power supply only to a limited depth. പരിമിതമായ ആഴത്തിൽ മാത്രമേ പവർ സപ്ലൈ ഇൻസ്റ്റലേഷൻ സ്ക്രൂകൾ മുറുക്കാൻ പാടുള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ സ്ക്രൂ പ്രൊട്രൂഡിംഗ് ഇൻ ടു ദ പവർ സപ്ലൈ ആർ വിത്തിൻ ദ സ്പെസിഫൈഡ് ഡയമെൻഷൻ. പവർ സപ്ലൈയിലേക്ക് നീണ്ടു നിൽക്കുന്ന സ്ക്രൂകളുടെ നീളം അതിൻ്റെ ആ ഒരു നിർദ്ദിഷ്ട അളവുകൾക്കുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് വയറിംഗ്. വയറിങ്ങിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? യൂസ് കോഷൻ വെൻ കണക്റ്റിംഗ് ദ ഇൻപുട്ട് കേബിൾ ടു ദ പവർ സപ്ലൈ. ഇൻപുട്ട് കേബിൾ പവർ സപ്ലൈയുമായി ബന്ധിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ദ പവർ സപ്ലൈ യൂണിറ്റ് മേ ബി ഡിസ്ട്രോയിഡ് ഇഫ് ദ ഇൻപുട്ട് കേബിൾ ഈസ് കണക്റ്റഡ് ടു ദ റോങ് ടെർമിനൽ. ഇൻപുട്ട് കേബിളുകൾ തെറ്റായ ടെർമിനലുകളുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പവർ സപ്ലൈ യൂണിറ്റ് നശിപ്പിക്കപ്പെട്ടേക്കാം. യൂസ് കോഷൻ വെൻ യൂസിങ് എ മോഡൽ വിത്ത് DC ഇൻപുട്ട്. DC ഇൻപുട്ടുമായി ഒരു മോഡൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുക. ദ പവർ സപ്ലൈ യൂണിറ്റ് മേ ബി ഡിസ്ട്രോയിഡ് ഇഫ് ദ പൊളാരിറ്റി ഈസ് റിവേഴ്സ്ഡ്. പൊളാരിറ്റി റിവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പവർ സപ്ലൈ നശിപ്പിക്കപ്പെട്ടേക്കാം. ഡു നോട്ട് അപ്ലൈ മോർ ദാൻ 75 Newton ഫോഴ്സ് ടു ദ ടെർമിനൽ ബ്ലോക്ക് വെൻ ടൈറ്റനിങ് ദ ടെർമിനൽ. ടെർമിനൽസ് ടൈറ്റൻ ചെയ്യുന്നത് കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിലേക്ക് 75 ന്യൂട്ടണിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. വയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. വയറിംഗ് മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യൂസ് എ വയർ സൈസ് ദാറ്റ് സ്യൂട്ട് ദ റേറ്റഡ് ഔട്ട്പുട്ട് കറന്റ് ഓഫ് ദി പവർ സപ്ലൈ ടു ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് സ്മോക്കിംഗ് ഓർ ഇഗ്നിഷൻ കോസ്ഡ് ബൈ ദി അബ്നോർമൽ ലോഡ്. അസാധാരണമായ ലോഡുകൾ മൂലമുണ്ടാകുന്ന പുക അല്ലെങ്കിൽ തീ എന്നിവ തടയുന്നതിന് ഉപയോഗിക്കേണ്ട പവർ സപ്ലൈ ഔട്ട്പുട്ട് പവർ സപ്ലൈ റേറ്റ് ഉള്ള ഒരു വയർ മാത്രം
ആ ഒരു ഏരിയയിൽ ഉപയോഗിക്കുക. Caution is particularly required if the output current from one power supply is distributed to multiple load. ഒരു പവർ സപ്ലൈയിൽ നിന്നുള്ള കറണ്ട് ഒന്നിലധികം ലോഡുകളിലേക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അവിടെ ജാഗ്രത ആവശ്യമാണ്. If thin wiring is used to branch wiring, the power supply's overload protection circuit may fail to operate depending on factors such as the impedance of the load wiring. Even the load is short circuited. ബ്രാഞ്ച് വയറിങ്ങിന് നേർത്ത വയറിംഗ്, അതായത് കട്ടി കുറഞ്ഞ വയറിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ലോഡ് വയറിങ്ങിൻ്റെ തടസ്സം പോലുള്ള ഘടകങ്ങൾ അനുസരിച്ച് പവർ സപ്ലൈയുടെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട് പ്രവർത്തിക്കുന്നത് ഫെയിലിയർ ആയേക്കാം അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. Therefore, insertion of the fuse in the line or other protective measure must be considered. അതിനാൽ ലൈനിൽ ഒരു ഫ്യൂസ് ചേർക്കുക അല്ലെങ്കിൽ മറ്റ് പ്രൊട്ടക്ഷൻ നടപടികൾ എടുക്കുക എന്നിവ പരിഗണിക്കേണ്ടതാണ്. പ്രിക്കോഷൻസ് എഗെയിൻസ്റ്റ് ഇൻഗ്രസ് ഓഫ് മെറ്റൽ ഫ്രാഗ്മെൻറ്റ്സ്. ഒരു ഇൻസ്റ്റാൾ ചെയ്ത പവർ സപ്ലൈയുടെ അപ്പർ സെക്ഷനിൽ അല്ലെങ്കിൽ മുകൾ സെക്ഷനിൽ ഒരു ഡ്രില്ലിംഗ് വർക്ക് നടക്കുകയാണെങ്കിൽ ആ ഡ്രില്ലിംഗ് ഫ്രാഗ്മെൻറ്റ്സ് ഈ പവർ സപ്ലൈയുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ സപ്ലൈയുടെ അകത്തുള്ള PCBക്ക് ഷോർട്ട് സർക്യൂട്ട് വരാനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ സർക്യൂട്ടിന് ഡാമേജ് സംഭവിക്കാനും സാധ്യതയുണ്ട്. Whether the power supply cover is attached or not, cover the power supply with a sheet to prevent ingress of fragments when performing work on the upper sector of the power supply. ഇങ്ങനെ നമ്മൾ പവർ സപ്ലൈയുടെ അപ്പർ സെക്ഷനിൽ ഡ്രില്ലിംഗ് വർക്കോ അല്ലെങ്കിൽ മറ്റു വർക്കോ ചെയ്യുന്ന സമയത്ത് ഫ്രാഗ്മെൻറ്റ്സ്, അതായത് മെറ്റൽ പീസസോ അല്ലെങ്കിൽ മറ്റു ഫ്രാഗ്മെൻറ്റ്സോ വീഴാതിരിക്കാനായിട്ട് പവർ സപ്ലൈ ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യേണ്ടതാണ്. Be sure to remove the sheet covering the power supply for machining before power on, so that it does not interface with the heat dissipation. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷീറ്റ് വെച്ച് കവർ ചെയ്ത പവർ സപ്ലൈയുടെ കവർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം ഹീറ്റ് ഡിസിപ്പേഷൻ പവർ സപ്ലൈ ഒരിക്കലും ഇൻ്റർഫേസ് ചെയ്യില്ല. ദെൻ ലോഡ്. ഇൻറ്റേർണൽ പാർട്സ് മേ പോസിബിളി ഡിറ്റീരിയോറേറ്റ് or be damaged if a short circuited or over current state continues during operation. ഇനി ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പവർ സപ്ലൈ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ കേസ് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ലോഡ് കറൻറ്റോ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്സിനെ നശിപ്പിച്ച് കളയാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ചാർജിങ് എ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററിനെ ലോഡിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? When connection a battery at the load, connect an over current limiting circuit and over voltage protection circuit. ഒരു ബാറ്ററി ലോഡിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോഡിൽ ഒരു ഓവർ കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ടും, അതായത് ഓവർ കറണ്ട് വന്നാൽ അതിനെ ലിമിറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടും ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ടും ഓവർ വോൾട്ടേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സർക്യൂട്ടും നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. ഔട്ട്പുട്ട് ആൻഡ് ഗ്രൗണ്ട് കണക്ഷൻ. ഈ ഔട്ട്പുട്ടും ഗ്രൗണ്ട് കണക്ഷൻസും എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഇസ് എ ഫ്ലോട്ടിംഗ് ഔട്ട്പുട്ട്. ഒരു പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഔട്ട്പുട്ടാണ്. ഫ്ലോട്ടിംഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈയുടെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനെയാണ് ഫ്ലോട്ടിംഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ദ ഔട്ട്പുട്ട് ലൈൻ, ദാറ്റ് ഈസ് പ്ലസ് വോൾട്ടേജ് ഓർ നെഗറ്റീവ് വോൾട്ടേജ്, can be connected externally directly to the ground. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്പുട്ട് ലൈന് ഇത് രണ്ടും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും, പവർ സപ്ലൈയുടെ പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും സെപ്പറേറ്റ് ആയി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് കണക്ഷനും എക്സ്റ്റേണൽ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ത്രൂ ദ ഗ്രൗണ്ട്, ഹൗവർ ദ ഇൻസുലേഷൻ ബിറ്റ്വീൻ ദ പ്രൈമറി സൈഡ് ആൻഡ് സെക്കൻഡറി സൈഡ് വിൽ ബി ലോസ്റ്റ്. എന്നിരുന്നാലും ഈ ഗ്രൗണ്ടിലൂടെ ഈ പ്രൈമറി സൈഡിൻ്റെയും സെക്കൻഡറി സൈഡിൻ്റെയും ഇൻസുലേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൺഫേം ദാറ്റ് നോ ലൂപ്സ് ആർ ക്രിയേറ്റഡ് ഇൻ വിച്ച് ദ പവർ സപ്ലൈ ഔട്ട്പുട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ത്രൂ ദ ഇൻറ്റേർണൽ സർക്യൂട്ട് ഓഫ് ദ ലോഡ്. പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് ലോഡിലെ ഇൻറ്റേർണൽ സർക്യൂട്ടുമായിട്ട് ഷോർട്ടായി ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എക്സാമ്പിൾ പറയാം. വെൻ ദ പോസിറ്റീവ് സൈഡ് ഓഫ് ദ പവർ സപ്ലൈ ഈസ് കണക്റ്റഡ് ഡയറക്റ്റ്ലി ടു ദ ഗ്രൗണ്ട്. ഒരു പവർ സപ്ലൈയുടെ പോസിറ്റീവ് സൈഡ് നേരിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് എ ലോഡ് ഈസ് യൂസ്ഡ് ഫോർ വിച്ച് ദ ഇൻറ്റേർണൽ നെഗറ്റീവ് ലൈൻ യൂസസ് സെയിം ഗ്രൗണ്ട്. ഇതിലെ നെഗറ്റീവ് ലൈൻ തന്നെയാണ് ഗ്രൗണ്ടായിട്ടും ലോഡ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ലൂപ്പ് ക്രിയേഷൻ സംഭവിക്കുന്നത്. ഫയർ സേഫ്റ്റി. പ്രിപ്പയർ ബിഫോർ എ ഫയർ. ഒരു ഫയർ വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ പ്രിപ്പറേഷൻ എടുക്കാം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിലായിരിക്കാം നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കി ഇൻ കേസ് ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള എക്സിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ഒന്ന് ബോധവാന്മാരായി നിൽക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഓൾവേസ് ഫെമിലറൈസ് യുവർ സെൽഫ് ടു വേർ യു ആർ ആൻഡ് ബി ഷുവർ ടു നോ ഹൗ ടു റീച്ച് ദ ടു നിയറസ്റ്റ് എക്സിസ്റ്റ്. നിങ്ങളെപ്പോഴും നിങ്ങൾ എവിടെയാണ് എന്ന് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അടുത്തുള്ള 2 എക്സിറ്റുകൾ എങ്ങനെ എത്തിച്ചേരാമെന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുകയും ചെയ്യുക. റിമെമ്പർ ദാറ്റ് ഇൻ ഫയർ സിറ്റുവേഷൻ, ഇനിയിപ്പോൾ ഒരു ഫയർ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കണം, സ്മോക്ക് ഈസ് ബ്ലൈൻഡിങ് ആൻഡ് വിൽ ബാങ്ക് ഡൗൺ ഇൻ ദ റൂംസ് ആൻഡ് ഹോൾവേ. അപ്പം ഫയർ വന്നു കഴിഞ്ഞാൽ പുക വന്ന് നമ്മുടെ കണ്ണിനെ മൂടി അത് മൊത്തം നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത്, ഒരു ബിൽഡിങ്ങിലാണെങ്കിൽ അതിൻ്റെ റൂമിലേക്കോ ഹോളിലേക്കോ എല്ലാം പുക വന്ന് മൂടി നമുക്ക് കണ്ണു കാണാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കും. ദിസ് കണ്ടീഷൻ മേ ഫോഴ്സ് യു ടു ക്രൗച്ച് ഓർ ക്രൗൾ ടു എസ്കേപ്പ് ടു സേഫ്റ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യുക? ഒരു കണ്ടീഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് കണ്ടില്ലെങ്കിൽ എന്നാലും ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു തത്രപ്പാടിൽ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് നോക്കുക. ബൈ ഓൾവേസ് ബീയിങ് അവെയർ ഓഫ് യുവർ സറൗണ്ടിങ്. എന്നാൽ നമ്മൾ ആ സറൗണ്ടിങ്ങിനെ കുറിച്ച് മുന്നേ അവെയർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സറൗണ്ടിങ്ങിനെ കുറിച്ച് നേരത്തെ അറിവുണ്ടായിരുന്നെങ്കിൽ യുവർ നോളജ് ഓഫ് ദ നിയറസ്റ്റ് എക്സിറ്റ് ആൻഡ് ഹാവിങ് എ പ്ലാൻ വിൽ ഗ്രേറ്റ്ലി ഇൻക്രീസ് യുവർ എബിലിറ്റി ടു ഡീൽ വിത്ത് ദ സഡൻ സിറ്റുവേഷൻ. നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ബോധവാന്മാരായിരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അടുത്തുള്ള എക്സിറ്റുകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അറിവ് അതുപോലെ ഒരു പ്ലാനും ഉണ്ടാവുന്നതും പെട്ടെന്ന് അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളെ നേരിടാനുള്ള നിങ്ങളുടെ കഴിവിനെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇഫ് യു ആർ നോട്ടിഫൈഡ് ഓഫ് ഓർ ഡിസ്കവർ എ ഫയർ. ഇനി നിങ്ങൾക്കൊരു ഫയറിനെ കുറിച്ച് ഇൻഫർമേഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് കണ്ടെത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മൂവ് ക്വിക്കലി ടു ദ നിയറസ്റ്റ് ആക്സസിബിൾ എക്സിറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള എക്സിറ്റിലേക്ക് മൂവ് ചെയ്യുക. നോട്ടിഫൈ ആൻഡ് അസിസ്റ്റ് അതേഴ്സ് ടു ഇവാക്വേറ്റ് അലോങ് ദ വേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഫയറിൻ്റെ കാര്യം പുറത്തുള്ള മറ്റുള്ളവരെ അല്ലെങ്കിൽ അടുത്തുള്ളവരെയും ദൂരെയുള്ളവരെയും എല്ലാം അറിയിക്കുക. ഇഫ് ദ ബിൽഡിംഗ് ഫയർ അലാം ഈസ് നോട്ട് യെറ്റ് സറൗണ്ടിങ് മാനുവലി ആക്ടിവേറ്റ് ദ അലാം പുൾ സ്റ്റേഷൻ ലൊക്കേറ്റഡ് നിയർ ദ എക്സിറ്റ്. ഇനി ബിൽഡിങ്ങിലുള്ള ഫയർ അലാം അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ മാനുവലായി തന്നെ എത്രയും പെട്ടെന്ന് ആ അലാം പുൾ സ്റ്റേഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. എക്സിറ്റ് ദ ബിൽഡിംഗ് ആൻഡ് പ്രൊസീഡ് ടു ദ ഏരിയ ഓഫ് ഗാദറിംഗ്. എന്നിട്ട് കെട്ടിടത്തിൽ നിന്ന് പുറത്ത് കടന്ന് ആ ഒരു ഏരിയ ഓഫ് ഗാദറിങ്ങിലേക്ക് എത്രയും പെട്ടെന്ന് മാറുക. ഇവാക്വേഷൻ പ്രൊസീജിയർ ഫോർ പേഴ്സൺസ് വിത്ത് മൊബിലിറ്റി ഉള്ള ആളുകളെ ഇവാക്വേറ്റ് ചെയ്യുന്ന, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അവരെ മാറ്റുന്ന പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. റീലൊക്കേറ്റ് ടു ആൻ എൻട്രി ടു ആൻ ഇവാക്വേഷൻ സ്റ്റെയർവെൽ മാർക്ക്ഡ് ബൈ എ റെഡ് എക്സിറ്റ് സൈൻ. ഒരു റെഡ് എക്സിറ്റ് സൈൻ കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു ഇവാക്വേഷൻ സ്റ്റെയർവെല്ലിലേക്കുള്ള ഒരു എൻട്രിയിലേക്ക് മാറ്റി സ്ഥാപിക്കുക. വെയിറ്റ് നിയർ ദ എൻക്ലോസ്ഡ് എക്സിറ്റ് സ്റ്റെയർവെൽ ഇഫ് ദർ ഈസ് നോ സ്മോക്ക് ഓർ അതർ ത്രെറ്റ്സ് ടു യുവർ സേഫ്റ്റി. മോസ്റ്റ് ഫയർ അലാം ആക്ടിവേഷൻസ് ആർ ബ്രീഫ്, അലോവിങ് ഓക്യുപ്പൻസ് ടു റിട്ടേൺ വിത്തിൻ എ ഫ്യൂ മിനിറ്റ്. പുക നിങ്ങളുടെ സുരക്ഷയ്ക്ക് പുകയോ മറ്റ് ഭീഷണികളോ ഇല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു എക്സിറ്റ് സ്റ്റെയർവെല്ലിനടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മിക്ക ഫയർ അലാം ആക്ടിവേഷൻസും വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ഉള്ളത്. ഇത് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞ മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള സമയം അനുവദിക്കുന്നു.
After the stairwell, if the smoke, fire or other threat is imminent, move into the stairwell. ഇനി പുക, തീ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഭീഷണികൾ നമുക്ക് അടുത്ത് വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ ആസന്നമാണെങ്കിൽ നിങ്ങൾ സ്റ്റെയർവെല്ലിലേക്ക് നീങ്ങുക. After the stairwell crowd has passed below your floor level, enter the stairwell with the assistant and wait on the stair landing. Make sure that the door is securely closed. ഇനി സ്റ്റെയർവെല്ലിലുള്ള ആൾക്കൂട്ടം നിങ്ങളുടെ ഫ്ലോർ ലെവലിന് താഴെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അസിസ്റ്റൻസ് ഉപയോഗിച്ച് സ്റ്റെയർവെല്ലിൽ പ്രവേശിച്ച് സ്റ്റെയർ ലാൻഡിങ്ങിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡോറ് സുരക്ഷിതമായി അടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീനിനെസ് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്തെ വീട്ടുജോലിയും ശുചിത്വവും. ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീനിനെസ് അറ്റ് ദ വർക്ക് പ്ലേസ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി. ജോലി സ്ഥലത്തെ വീട്ടുജോലിയും ശുചിത്വവും ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. The degree to which these activities are effectively managed is an indicator of the safety culture of the organization. ഈ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സുരക്ഷാ സംസ്കാരത്തിൻ്റെ സൂചകമാണ്. ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീൻനെസ് നോട്ട് ഓൺലി മേക്ക് ദ ഓർഗനൈസേഷൻ എ സേഫർ പ്ലേസ് ടു വർക്ക് but also provide a big boost to the image of the organization. വീട്ടുജോലിയും ശുചിത്വവും ഓർഗനൈസേഷനെ ജോലി ചെയ്യാൻ സുരക്ഷിതമായ സ്ഥലമാക്കി മാറ്റുക മാത്രമല്ല, ഓർഗനൈസേഷൻ്റെ ഒരു ഇമേജിന് തന്നെ വലിയൊരു ഊർജം നൽകുകയും ചെയ്യുന്നു. These activities also first improve efficiency and productivity. ഈ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന്, കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നു. 2, ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് കൺട്രോൾ ഓവർ ദ പ്രോസസ്സ്. രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൽ നല്ല നിയന്ത്രണം നിലനിർത്താൻ സഹായിക്കുന്നു. 3, അസിസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്താൻ സഹായിക്കുന്നു. ദീസ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങൾ. അപ്പോൾ ക്ലീൻ ആൻഡ് ഹൈജീൻ വർക്ക് പ്ലേസിൻ്റെ നല്ല ഒരു ഓർഗനൈസേഷൻ്റെ അടയാളങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാം മോശമായി കിടക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ, അതായത് ജോലി സ്ഥലത്തെ ജോലിയും അതുപോലെ തന്നെ ശുചിത്വവും മോശമായി പ്രതിഫലിക്കുന്നതിന് നിരവധി സൈനുകളുണ്ട്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, അലങ്കോലമായി മോശമായി ക്രമീകരിച്ചിട്ടുള്ളതുമായ ജോലി സ്ഥലങ്ങൾ, അതുപോലെ വസ്തുക്കളുടെ വൃത്തികെട്ടതോ അപകടകരമോ ആയ സ്റ്റോറേജുകൾ, ഓരോ കോണിൽ ഓരോന്ന് നിറച്ച് വെച്ചിരിക്കുന്ന രീതി, അതുപോലെ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള അലമാരകൾ, കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന അലമാരകൾ, പൊടി നിറഞ്ഞതും വൃത്തികെട്ടതുമായ നിലങ്ങളും ജോലി സ്ഥലങ്ങളും, ഷോപ്പിൽ തറയിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികമോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു രീതി, അതുപോലെ തന്നെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഇടനാഴികളും എക്സിറ്റുകളും, ജോലി സ്ഥലങ്ങളിൽ അവശേഷിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഒരു അതിൻ്റെ ശരിയായ സ്റ്റോറേജ് സ്ഥലങ്ങളിലേക്ക് ഇടാതെ അവിടെ ഇവിടെയും അലങ്കോലമായിട്ടിരിക്കുന്ന രീതി, അതുപോലെ തന്നെ പൊട്ടിക്കിടക്കുന്ന പാത്രങ്ങളും കേടായ വസ്തുക്കളും, അതുപോലെ കവിഞ്ഞൊഴുകുന്ന മാലിന്യക്കൂട്ടങ്ങളും പാത്രങ്ങളും, ഇതെല്ലാം ഒരു ജോലി സ്ഥലത്ത് കൃത്യമായ ജോലി, അതായത് ഇതിൻ്റെ ശരിയായ രീതിയിലല്ല ജോലി നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ക്ലീൻനെസ് ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള അടയാളങ്ങളാണ്. ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീൻനെസ് ഈസ് ക്രൂഷ്യൽ ടു എ safe workplace. It can help prevent injuries and improve productivity and morale, as well as make a good imprint on the people visiting the workplace. ഒരു സെക്യൂർ ആയിട്ടുള്ള ജോലി സ്ഥലത്ത് അവിടുത്തെ ജോലിയും ശുചിത്വവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പരിക്കുകൾ തടയാനും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനക്ഷമതയും അതുപോലെ തന്നെ മനോവീര്യവും മെച്ചപ്പെടുത്താനും, ഒപ്പം ജോലിസ്ഥലം സന്ദർശിക്കുന്ന ആളുകളിൽ നല്ല ഒരു ഗുഡ് ഇംപ്രൂവ്മെൻറ്റ് പതിപ്പിക്കാനും ഇത് സഹായിക്കും. സോ ദ ഫസ്റ്റ് എയ്ഡ് പോർഷൻ ഈസ് കംപ്ലീറ്റഡ്. താങ്ക് യു.